ദീർഘവർഷങ്ങളായി ദൈവനാമ മഹത്വത്തിന് വേണ്ടി വളരെ പ്രശംസനീയമായ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസയാത്ര ഗോസ്പൽ മിനിസ്ട്രി, അതിൻ്റെ നേതൃസ്ഥാനിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിജു പാസ്റ്റർ, മറ്റുള്ള അഭിഷക്തന്മാർ, ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഗുരുതുല്യന്മാരായി കാണുന്ന ശ്രേഷ്ഠന്മാരായ ഭൃത്യന്മാർ, കർത്തൃദാസന്മാർ, ഏവർക്കും ക്രിസ്തു നാമത്തിൽ ആദ്യമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശേഷാൽ ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പ്രസാദ് പാസ്റ്റർ വളരെ മനോഹരവും ആത്മപ്രചോദിതമാകുന്ന നല്ല ഗാനങ്ങൾ നമുക്ക് നൽകുന്ന പ്രിയ ഗായകസുഖത്തിലെ പ്രിയ ദേവദാസൻ, എനിക്ക് മുൻപ് ഒന്നിൽ കൂടുതൽ വചന ശുശ്രൂഷയും വളരെ അർത്ഥവത്തായതും നമ്മുടെ ഹൃദയത്തെ നന്നായി മതിക്കുന്നതുമാകുന്ന ഒന്നിൽ കൂടുതൽ നല്ല സാക്ഷ്യങ്ങളും കേൾക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. വചന ശുശ്രൂഷയും സാക്ഷ്യമൊക്കെ എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി അനുഗ്രഹവും ഉത്തേജനവുമായിരുന്നുവെന്ന് പരസ്യമായി ഓർപ്പിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആരും മടുത്തില്ലല്ലോ അല്ലേ? എത്രയധികം സാക്ഷ്യം നാം കേൾക്കുന്നതോറും എത്രയധികം സമയങ്ങൾ വേർതിരിച്ച് നാം പാട്ടുകൾ പാടി ദൈവത്തിന് സ്തോത്രം ചെയ്താലും ആ ദിവദാസന്മാർ അല്ലെങ്കിൽ ദിവദാസന്മാർ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വചന ശുശ്രൂഷകൾ നമുക്ക് ഗ്രഹിച്ചാലും വീണ്ടും നമുക്ക് സന്തോഷമാണ്. കാരണം ദൈവത്തിന്റെ വചനം എത്രയധികം കേട്ടാലും നമുക്കത് മടുപ്പ് ഉളവാക്കുന്നത്. ദൈവത്തിന്റെ വളരെ വേഗത്തിൽ ഒരു വേദഭാഗം വായിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4-ാമത് വേദഭാഗം നമുക്ക് പ്രാരംഭത്തിൽ വായിക്കാം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാമത് വേദഭാഗം. അവന് എന്ത് ഭവിക്കുമെന്ന് അറിയുവാൻ അവന്റെ പെങ്ങൾ ദൂരത്തു നിന്നു. അപ്പോൾ ഫറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു. അടുത്ത ഭാഗം. അവളുടെ ദാസിമാർ നദീതീരത്തു കൂടി നടന്നു. അവൾ ഞങ്ങളുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ടുവരുവാൻ ദാസിയെ അയച്ചു. മതി, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവരും ഹൃദയങ്ങളെ സമ്പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ ഈ നിമിഷം വരെയും ഏറ്റവും ശ്രേഷ്ഠമേറിയ നല്ല ഗാനങ്ങളും അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനങ്ങളും ദൈവം നമുക്ക് പ്രദാനം ചെയ്തല്ലോ. അല്പസമയം കൂടെ വചനത്തിന് മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ഹൃദ്യമായ ദൈവത്തിന്റെ ദൂത് ദൈവാത്മാവ് നൽകുവാൻ വ്യക്തിപരമായി നമുക്ക് തമ്മിൽ പല കാര്യങ്ങളും എല്ലാം അറിയില്ലെങ്കിലും നമ്മളെല്ലാം ഹൃദയത്തിലെ ചിന്തകളും നമ്മുടെ നിലവുകളും ഏത് രഹസ്യങ്ങളും പൂർണ്ണമായി അറിയുന്ന സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ഈ പകൽ വീണ്ടും വചനത്തിന്റെ ആഴങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടതിന് വേണ്ടി വചന ശുശ്രൂഷ വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തിയുടെ പേരും സ്വർഗത്തിലെ ദൈവത്തിന്റെ ബലമേറിയ സാന്നിധ്യത്താൽ അതിന് പേര് ജയം നേടേണ്ടതിന് വേണ്ടി അതിരങ്ങൾ തുറന്ന ഹൃദയമായി ഒരു നിമിഷം എല്ലാവരും സ്തോത്രം ചെയ്താണ്. മഹാപരിശുദ്ധനാകുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തിന് സ്തുതിയും മഹത്വം അർപ്പിക്കുന്നു. വചനത്തിന്റെ ആഴങ്ങൾ ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ച നല്ല സമയത്തിനായും അതുപോലെ ലഭിച്ച നല്ല സാക്ഷ്യത്തിനായും ഗാനങ്ങൾക്കും ആരാധനകൾക്കായി എല്ലാം ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. അല്പനിമിഷം കൂടെ ശ്രേഷ്ഠമേറിയ തിരുവചനത്തിന് മുൻപിൽ ഞങ്ങൾ വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ ഞങ്ങൾ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമാകുന്ന വചനത്തിന്റെ ആഴങ്ങൾ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. പ്രാരംഭ നിമിഷം മുതൽ പര്യവസാനം വരെ കൃപയും തിരുസാന്നിധ്യം ഉണ്ടാകണം. നന്മ നിറയ്ക്കണം, ശക്തീകരിക്കണം, ക്രിസ്തുയേശുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. 4-ാമത് വേദഭാഗം നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. അവന് എന്ത് ഭവിക്കുമെന്ന് അറിയുവാൻ അവന്റെ പെങ്ങൾ ദൂരത്തു നിന്നു. അടുത്ത വാക്യം കൂടെ. അപ്പോൾ ഫറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു. അവളുടെ ദാസിമാർ നദീതീരത്തു കൂടി നടന്നു. മതി, സ്തോത്രം. വളരെ പരിചിതമേറിയ ഒരു വേദഭാഗമാണ് ഇന്ന് പകൽ അല്പസമയത്തെ ധ്യാനത്തിന് വേണ്ടി ദൈവം നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. ഉൽപ്പത്തി എന്ന ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അനവധി ആരംഭങ്ങൾ. പാപത്തിന്റെ ആരംഭം, വിവിധ സംസ്കാരത്തിന്റെ ആരംഭം, വിവിധ ഭാഷകൾ, കുടുംബജീവിതം, ഇതിന്റെ എല്ലാം ആരംഭമാണ് ഉൽപ്പത്തി പുസ്തകം. അങ്ങനെയെങ്കിൽ രണ്ടാമതായി കാണുന്നത് പുറപ്പാട് പുസ്തകമാണ്. പുറപ്പാട് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യമാണ് യാത്ര ചെയ്യുക. സ്തോത്രം. വാഗ്ദത്ത ദേശമാകുന്ന കനാനിലേക്കുള്ള ഇസ്രായേലിന്റെ യാത്രയാണ് ഇതിന്റെ പ്രധാനമാകുന്ന വിഷയം. ദൈവത്തിന്റെ സ്തോത്രം. ഫറവോ, സീസർ, കൈസർ എന്നുള്ളതൊക്കെ പേരല്ല, അവരുടെ ഔദ്യോഗിക നാമമാണ്. അവർക്ക് മറ്റ് പേരുകളുണ്ട്. അപ്പോൾ ഈ മിസ്രൈം എന്ന രാജ്യത്ത് ഏത് രാജാക്കളുടെ ഭരണത്തിന് വേണ്ടി വന്നാലും അവരെല്ലാം അറിയപ്പെടുന്ന ഫറവോ എന്നാണ്. ഫറവോ എന്നല്ല, ഫറവോ. അവർക്ക് മറ്റ് പേരുകളുണ്ട്.
ഇവിടെ നാം ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ മിസ്രൈം ഭരിക്കുന്ന രാജശ്രേഷ്ഠനാകുന്ന ഫറവോ ഒരിക്കൽ ഒരു കൽപ്പന നൽകി. നാം മിസ്രൈമ്യരാണ്, നമുക്കെതിരെ വലിയ വൃക്ഷത്തിന് സമാനമായി ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ജാതി വൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസന്ന ഭാവിയിൽ അവരും നാമും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ ഇസ്രയേലിന്റെ മുൻപിൽ മിസ്രൈമ്യരാകുന്ന നാം തോൽവി സമ്മതിക്കാതിരിക്കേണ്ടതിന് വേണ്ടി ബുദ്ധിയോടുകൂടെ നമ്മൾ വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇനി മുതൽ ഇസ്രായേൽ മക്കളിൽ ആൺകുട്ടികൾ ജനിക്കുമ്പോൾ, അവരുടെ സ്ത്രീകൾ തലമുറകൾക്ക് ജന്മം നൽകുമ്പോൾ, പെൺകുട്ടികൾക്കാണ് ജന്മം നൽകുന്നതെങ്കിൽ അവർ ജീവനോട് ശേഷിച്ചു കൊള്ളട്ടെ. മറിച്ച് ആൺ തലമുറകളാണ് അവർക്ക് ജനിക്കുന്നതെങ്കിലും ആ ആൺ തലമുറകളെ യാതൊരു ദാക്ഷിണ്യങ്ങൾക്കൊന്നും വശംവദരാവാതെ അവരെ നിഗ്രഹിച്ചു കളയണമെന്നുള്ള ഒരു കൽപ്പന ഫറവോ നൽകി. വളരെ ദുഃഖകരമേറിയ കൽപ്പന, മനസാക്ഷിയില്ലാത്ത കൽപ്പന, ചിന്തിക്കാൻ പോലും കഴിയുന്നതിനേക്കാൾ അപ്പുറമേറിയ കഠോരമാകുന്ന കൽപ്പന ഈ ഫറവോ നൽകുവാൻ സാധ്യമായി. ആ ദിവസം മുതൽ തന്നെ ഫറവോന്റെ വാക്കുകൾക്ക് എതിരായി, ഈ വാക്കുകൾക്ക് അർഹമാകുന്ന സ്ഥാനം കൊടുക്കാതെ ഇതിനെ മറുത്തുകൊണ്ട് ഏതെങ്കിലും ഭവനത്തിൽ ആൺതലമുറകൾ ജീവനോടുകൂടെ ശേഷിക്കുന്നുണ്ടോ എന്നറിയേണ്ടതിന് വേണ്ടി ആയുധം കയ്യിലേന്തി ഈ ഫറവോയുടെ ആജ്ഞാനുവർത്തികളാകുന്ന കിങ്കരന്മാർ ഇങ്ങനെ ഭവനങ്ങൾ കയറിയിറങ്ങി ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ലേവ്യ കുടുംബത്തിൽ ഒരു തലമുറകളെ കൂടെ നൽകുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. നിയമപരമായി ജന്മം നൽകിയ മാതാവും ജനിപ്പിച്ച പിതാവുമാണ് മാതാപിതാക്കളെങ്കിലും ഈ പൈതലിന്റെ ഭാവി കാണുവാൻ, ഭാസുരമേറിയ ഭാവി കാണുവാൻ, അതിനുവേണ്ടി കരുതുവാൻ, ചരിതയ്ക്കുവാൻ ഒക്കെ ആഗ്രഹമുണ്ടെങ്കിലും നിയമം അനുവദിക്കുന്നില്ല. നിയമം ലഭിക്കുന്നത് ജനിക്കുന്ന ആൺതലമുറകളെ നിഗ്രഹിച്ചു കളയണം എന്നുള്ളതാണ്. ഇവിടെ നാം വായിക്കുന്നിങ്ങനെയാണ്: ജനിക്കുന്ന ആൺതലമുറകളെ നിഗ്രഹിച്ചു കളയണമെന്നുള്ള ഫറവോന്റെ കഠോരമേറിയ കൽപ്പന നിൽക്കുന്ന സമയം, ആ കൽപ്പനയ്ക്ക് വിരോധമായി ഒരു ആൺതലമുറ ജനിക്കുക മാത്രമല്ല, ദൈർഘ്യമേറിയ ഒരു ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയോ 2 ആഴ്ചയോ അല്ല, 3 മാസം മറ്റൊരു ചെവി അറിയാതെ, മറ്റൊരു വ്യക്തിയുടെ കണ്ണുകൾക്ക് മുൻപിൽ ഇത് വെളിപ്പെടാതെ വണ്ണം ഈ മാതാപിതാക്കൾ ഈ തലമുറയെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾക്ക് വളരെ അപ്പുറമാണ്. എന്തിനേറെ, ചെറുപ്രായത്തിലുള്ള കുട്ടികൾ അവിടെ ഏതൊരു ആഗ്രഹവും പ്രകടിപ്പിക്കുന്നത് കരച്ചിലിൽ കൂടിയാണ്. ഒരു ദിവസം പോയിട്ട് 1 മണിക്കൂർ പോലും അടുത്തുള്ള അയൽപക്കത്തുള്ള ഭവനമോ മറ്റുള്ള വ്യക്തി കാണാതെയോ കേൾക്കാതെയോ ഒരു തലമുറയെ സംരക്ഷിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ ദീർഘമേറിയ 3 മാസം മറ്റൊരാൾ അറിയാതെ ഈ മാതാപിതാക്കൾ തലമുറയെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവർ നൽകിയ വില എത്രത്തോളം വലുതാണ്. വാഗ്ദത്ത സന്തതി ജനിക്കുന്നത് പ്രതികൂലത്തിന്റെ നടുവിലാണ്. വാഗ്ദത്ത സന്തതിയുടെ വ്യാപരിക്കുന്ന ദൈവശക്തി വ്യാപരിക്കുന്നത് പ്രതികൂലത്തിന് നടുവില. വചന ശുശ്രൂഷയുടെ പ്രാരംഭ നിമിഷം വചനവെളിപ്പാട് ഇങ്ങനെ പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം നൽകുകയാണ്: പ്രതികൂലങ്ങൾ അനവധി ഉണ്ടെങ്കിൽ താങ്കൾക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്. താങ്കളുടെ മേലുള്ള വാഗ്ദത്തം അത്രത്തോളം വലുതാണ്. ഒന്ന് മാറി തിരമാലകൾക്ക് തുല്യമായി ഒരു പ്രശ്നത്തിന് പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ കൂടി പരിഹാരം നേടിക്കഴിയുമ്പോൾ പ്രതീക്ഷിക്കാത്ത വിഷയത്തിൽ കൂടി, പ്രതീക്ഷിക്കാത്ത വ്യക്തിയിൽ കൂടി, പ്രതീക്ഷിക്കാത്ത തലത്തിൽ കൂടി പ്രതികൂലത്തിന്റെ തിരത്തണലുകൾ കുടുംബത്തെ ആകമാനം, മനസ്സിനെ ആകമാനം മതിക്കുന്നുവെങ്കിൽ ഇന്ന് വരെ സന്തോഷിച്ചു കൊള്ളുക. ഹല്ലേലൂയ! താങ്കളുടെ മേലുള്ള ദൈവിക വാഗ്ദത്തം അത്രത്തോളം വലുതാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജനിക്കുന്ന ആൺകുട്ടികളെ ജീവനോട് ശേഷിപ്പിക്കുവാൻ പാടുള്ളതല്ല എന്നുള്ള പ്രമാണം നിൽക്കുമ്പോൾ ആ പ്രമാണത്തിന് എതിരെ ഒരു ആൺതലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആരംഭ സമയങ്ങളിൽ ശുശ്രൂഷിച്ച ദേവദാസന്മാർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശുശ്രൂഷിച്ചപ്പോഴും പ്രധാനമായി ഇങ്ങനെ പറഞ്ഞു: മോശയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനിച്ച ചില മാസങ്ങൾക്ക് ശേഷമല്ല, അവരുടെ പ്രത്യേകത ജനിച്ചപ്പോൾ തന്നെ സുന്ദരനായി പുറത്തേക്ക് വരികയാണ്. ജന്മം നൽകിയ മാതാവ് ഉദരത്തിൽ തന്നെ ആയിരിക്കുമ്പോൾ താങ്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എത്രത്തോളം എന്ന് പിശാച് കൊണ്ട് മുളിയിലെ നുള്ളും പോലെ തന്നെ ആരംഭത്തിൽ തന്നെ നിന്നെ ഒതുക്കുവാൻ ശ്രമിക്കുമ്പോൾ അന്ധകാര വ്യാപാരത്തെ ദൈവം വിരൽ ചൂണ്ടിക്കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തെ ബന്ധിക്കുന്ന ഒരു ദൈവശക്തി ഇവിടെ വ്യാപരിക്കുകയാണ്.
ഹല്ലേലൂയ. അനവധി കുടുംബങ്ങൾക്ക് തീരാ വേദന സമ്മാനിച്ച, അനവധി മാതാപിതാക്കൾക്ക് തീരാ ദുഃഖവും വേദനയും സമ്മാനിച്ച അനുഭവങ്ങൾ പലവും നിനക്കുണ്ടായിരിക്കും. പക്ഷേ ആ നിലയിൽ നീ ഇവിടെ കാണാൻ പാടുന്നതല്ല. വാഗ്ദത്ത ദേശമാകുന്ന കനാനിലേക്ക് ജനത്തെ നയിക്കേണ്ട വാഗ്ദത്ത പുരുഷന് അവനെ തൊടുവാൻ നിനക്ക് കഴിയില്ല. അവന്റെ പേര് സ്വർഗത്തിലെ ദൈവത്തിന്റെ ബലമേറിയ സാന്നിധ്യമുണ്ട്, ദൈവത്തിന്റെ കൃപയുണ്ട്, ഉയരത്തിലെ ശക്തിയുണ്ട്, ഉയരത്തിലെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 3 മാസം കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ വളരെ പ്രയാസമായി. മാതാപിതാക്കൾ ഒരു തീരുമാനത്തിലെത്തി, ഇനിയും നമുക്ക് ഈ ശിശുവിനെ മറ്റൊരാൾ കാണാതെ ഒളിപ്പിച്ചു വെക്കാൻ കഴിയുകയില്ല. എത്ര വില കൊടുത്തതല്ലേ. നമുക്കൊക്കെ ജന്മം നൽകിയ മാതാപിതാക്കൾ ഭൗതികമായി തന്നെ ചിന്തിക്കാം. നമ്മയൊക്കെ വളർത്തി വലുതാക്കി ഇത്രത്തോളം എത്തേണ്ടതിന് വേണ്ടി സ്തോത്രം അവരുടെ നല്ല സമയങ്ങളും നല്ല പ്രായവും ഹല്ലേലൂയ വേർതിരിച്ചത് നാം എന്നും ഓർത്ത് സ്തോത്രം ദൈവത്തോടും അവരോടും എപ്പോഴും നന്ദിയുള്ളവരായി തീർന്നിരിക്കുകയാണ്. അവർ പറഞ്ഞു, ഇനിയും ഈ ശിശുവിനെ മറച്ചു വയ്ക്കാൻ കഴിയില്ല. അവർക്ക് അവരുടെ മാനസികമാകുന്ന ബുദ്ധിയും ചിന്തയും അതിനവരെ അനുവദിക്കുന്നില്ല, അനുവദനീയമല്ലത്. അതുകൊണ്ട് ഞങ്ങളോട് തീർത്ത പെട്ടകത്തിൽ അല്ലെങ്കിൽ ആ തൊട്ടിലിൽ ജലം പ്രവേശിക്കാതേക്ക് ഒരകത്തും പുറത്തും കീഴ്ത്തേച്ചിട്ട് ഏറ്റവും നീളമുള്ള ആഴമുള്ള നീലനദി എന്നർത്ഥമുള്ള നൈൽ നദിയുടെ അരികോട് ചേർന്ന് ഈ തൊട്ടിൽ ഈ സ്തോത്രം പൈതലിൽ കിടത്തി. ഞങ്ങളുടെ ഇടയിൽ അരികിൽ ഇത് വെച്ചിട്ട് ഇനി എന്ത് സംഭവിക്കും എന്നറിയുന്നതിന് വേണ്ടി, എന്താണ് സംഭവിക്കുന്നത് ഇനിയുള്ള സമയം എന്നറിയേണ്ടതിന് വേണ്ടി സ്തോത്രം പെങ്ങൾ ദൂരത്ത് നിൽക്കുന്നത്. 2 വചന വെളിപ്പാടിൽ 1 വചന വെളിപ്പാട്, ലോകമാകുന്ന സമുദ്രത്തിൽ നാം കരകയറുവാൻ അനുവദിക്കാതെ വണ്ണം താഴ്ന്നു പോകേണ്ടതിന് വേണ്ടി നമ്മെ എറിഞ്ഞതിന് ശേഷം മാറി നിൽക്കുന്നത് ഭവനത്തിന് പുറത്തുള്ളവരല്ല, ഭവനത്തിനകത്തുള്ളവർ. അങ്ങനെ ഒരു വെളിപ്പാട് വരുന്നുണ്ട്. വാഗ്ദത്തമുള്ളവരെ തകർക്കേണ്ടതിന് വേണ്ടി, വാഗ്ദത്തമുള്ളവരെ ശിഥിലമാക്കേണ്ടതിന് വേണ്ടി വ്യാപരിക്കുന്ന ഹല്ലേലൂയ പാരമ്പര്യത്തിന്റെ ബന്ധനത്തിന്റെ അന്ധകാരത്തിന്റെ വ്യാപാരത്തിന്റെ അടിസ്ഥാന വേദനക്കുന്ന ഒരു ദൈവിക പ്രവൃത്തി ഇന്ന് മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വചനത്തിന്റെ വെളിപ്പാട് ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ, ഉയരത്തിൽ ദൈവകൃപ തനതായ ശൈലിയിൽ യാചരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർ ഹല്ലേലൂയ ഇത് ഇറങ്ങുകയോ. ഞങ്ങൾക്കോ കഴിഞ്ഞില്ല, ഞങ്ങളുടെ തലമുറകൾക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് നിനക്കും നിന്റെ തലമുറകൾക്കും അത് സ്വപ്നം കാണുവാൻ മാത്രമേ കഴിയൂ. വാഗ്ദത്തത്തിൽ എത്തുകയില്ലെന്ന് വ്യാപരിക്കുന്ന പാരമ്പര്യത്തിന്റെ അന്ധകാര ശക്തിയെ ദൈവം വെട്ടുന്ന ദൈവം വ്യാപരിക്കുകയാണ്. എത്ര ശക്തിയുള്ളവനാണെങ്കിലും, നീ എത്ര ബലവാനാണെങ്കിലും, എത്ര കുടുംബത്തെ കണ്ണുതിലാക്കിയ ശരത്കാര അനുഭവങ്ങൾ നിനക്ക് പറയുവാനുണ്ടെങ്കിലും, നിനക്ക് തെറ്റിപ്പോയി വാഗ്ദത്ത സന്തതി നിനക്ക് തൊടുവാൻ കഴിയുകയില്ല. എന്താണ് ഇനി സംഭവിക്കുന്നത് അറിയേണ്ടതിന് വേണ്ടി ആഴമുള്ള നീലനദി നൈൽനദിയുടെ അരികിൽ ഞാങ്ങണ്ട കൊണ്ട് തീർത്ത ഓടത്തിൽ അതിനെ പൈതലെ ഇട്ടതിനു ശേഷമായി ഇനി എന്ത് സംഭവിക്കും അറിയുവാൻ 2 കണ്ണുകൾ അത് ഭവനത്തിന്റെ അകത്തുള്ള മിരിയാമാണ്. ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അതെല്ലാം അത്ഭുതമാണ്. ഫറവോയുടെ മകൾ തോഴിമാരുമായി നീരാടുവാൻ അല്ലെങ്കിൽ കുളിക്കേണ്ടതിന് വേണ്ടി ഈ നദിയുടെ അരികിൽ കൂടെ കടന്നു. അത് തെറ്റാ, വാക്യം തെറ്റാന്നുള്ളതല്ല, അങ്ങനെ സംഭവിക്കുവാൻ സാധ്യതയില്ല, എഴുതി തെറ്റൊന്നുമല്ല. സ്തോത്രം. കാരണം അല്പം സാമ്പത്തികമുള്ള ഭദ്രതയുള്ള ഭവനത്തിൽ അവിടെയുള്ള സഹോദരിമാർക്ക് ദേഹശുദ്ധി വരുത്തുവാനും വസ്ത്രം അലക്കാനെല്ലാമുള്ള ക്രമീകരണങ്ങൾ നിശ്ചയമായും ഭവനത്തിനുള്ളിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഒരു രാജകൊട്ടാരത്തിൽ രാജകുമാരിക്ക് പൊതുസ്ഥലത്ത് വസ്ത്രം അലക്കേണ്ട
പൊതുസ്ഥലത്ത് നിന്നുകൊണ്ട് ദേവശുദ്ധി വരുത്തേണ്ട യാതൊരു കാര്യവുമില്ല. എല്ലാം അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. എന്നാൽ ദീർഘവർഷങ്ങൾ അനുവർത്തിച്ചു വന്നിരുന്ന പ്രമാണങ്ങളെ ദീർഘനാളുകൾ 1, 2, 3, 4 എന്ന നിലയിൽ ശ്രദ്ധയോടെ പാലിച്ചു വന്ന കാര്യാദികളെ ഇവിടെ ആകമാനം മാറ്റിമറിക്കുക. ആർക്ക് വേണ്ടി? വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി. പ്രമാണങ്ങളെ ആകമാനം മാറ്റിമറിച്ചുകൊണ്ട് ദീർഘനാളുകൾ അനുവർത്തിച്ച പ്രവർത്തികളെ പ്രവർത്തന വേദികൾ ആകമാനം മാറ്റിമറിച്ചുകൊണ്ട് ഇവിടെ മാറ്റം വരുന്ന ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടിയാ, എന്റെ തലമുറയ്ക്ക് വേണ്ടിയാ, എന്റെ തലമുറയ്ക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടിയാകുന്നു. ഇതുവരെ എത്ര പേർ ഹല്ലേലൂയ അവർക്ക് ഓർക്കും അവരുടെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിലവിൽ അനുവർത്തിച്ചു വരുന്ന ചില പ്രമാണങ്ങളെ, ചില പ്രവൃത്തികളെ സ്തോത്രം മാറ്റം വരുത്തി മുൻപോട്ട് ചൂടുവെക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഭക്തൻ തിരിച്ചറിഞ്ഞുകൊള്ളട്ടെ, അതിന്റെ നടുവിൽ ദൈവത്തിന് മഹത്വം വെളിപ്പെടുകയാണ്. തലമുറയുടെ വിദ്യാഭ്യാസത്തിൽ, തലമുറയുടെ ഭാവിയിൽ, ശുശ്രൂഷ വേദിയിൽ, ജ്ഞാനാലാപനത്തിൽ ചില മാറ്റം വരുത്തുമ്പോൾ കുറിച്ചു വരണം. അതിന് നടുവിൽ സ്വർഗ്ഗത്തിൽ ദൈവത്തിന് മഹത്വം വെളിപ്പെടുവാനുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പരിചയപ്പെട്ട, നമ്മൾ പാർത്ത നമ്മുടെ വാത്സല്യ ഭവനത്തിലെ പാസ്റ്റർ റോണി, ഇന്നേക്ക് 15 വർഷം മുൻപ് ഞങ്ങളുടെ തറവാട്ട് വീട്ടിൽ ഞങ്ങൾ ജനിച്ചു വളർന്ന ആ ഭവനത്തിൽ ഒരു ഉപവാസ പ്രാർത്ഥനയാണ്. ഞങ്ങൾ 6 മക്കൾ, 4 ആൺകുട്ടികൾ, 2 സഹോദരിമാർ. എല്ലാ വർഷവും നടന്നു വന്ന ആ പ്രാർത്ഥന ഇപ്പോഴില്ല. അന്ന് 2 ദിവസം ഉപവാസ പ്രാർത്ഥന എല്ലാവരും വരും. ഒരു അനുജന് ഒഴികെ ബാക്കി എല്ലാവരും മഹത്വമേറിയ ശുശ്രൂഷയിലാണ്. ഞാൻ വിനയത്തോടെ ഓർക്കുകയാണ്. എല്ലാവരും പാസ്റ്റർമാർ, സഹോദരിമാരെ വിവാഹം ചെയ്തവരും പാസ്റ്റർമാരാകുന്നുവെന്ന് ഞാൻ വിനയത്തോടെ ഓർപ്പിക്കുന്നു. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ ഈ ചെറിയൊരു ഹാളുണ്ട്. ആ ഹാളിൽ ഞാനും എൻ്റെ വൈഫും എൻ്റെ ഏറ്റവും വലിയ സഹോദരി അന്ന് വിവാഹം ചെയ്തു. ഞങ്ങൾ ഈ ദിവസം ബാക്കിയുള്ള റൂമിൽ വിശ്രമിക്കുക. ഒരു 12 മണിയായിട്ടുണ്ട് രാത്രി. ദർശന വെളിപ്പാടൊന്നും അല്ല കേട്ടോ. നന്നായി ഉറങ്ങിക്കിടന്നിരുന്ന് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് തീ 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 എന്നിങ്ങനെ സംസാരിക്കുക. അപ്പോൾ പെങ്ങൾ എഴുന്നേറ്റു, ദേവദാസി എഴുന്നേറ്റ്, ഇതെന്താ പറയുക തീ? അവർക്ക് മനസ്സിലായി. 2ാമത്തെ പ്രാവശ്യം മുതൽ തീ എന്നാ പറയുന്നത് മനസ്സിലായി. എന്നോട് ചെന്താ? അപ്പോൾ ഞാൻ ഒന്നും മിണ്ടുന്നില്ല. തീ തീ എന്ന് 3 പ്രാവശ്യം ഞാൻ പറഞ്ഞു ശബ്ദത്തിൽ. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഇടതുവശത്തായി ഒരു റൂമുണ്ട്. ആ റൂമിൽ അത് അടച്ചിരിക്കുന്നു, അകത്ത് നിന്ന് കുറ്റിയിട്ടിട്ടുണ്ട്. അതിന്റെ മുകളിൽ കൂടെ അല്പം ഇത്രയും വിടവുള്ള ആ സ്ഥലത്തു കൂടെ പുക ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് ഞാൻ കാണുകയാ. അല്ല, ദൈവം എന്നെ കാണിക്കുകയാ എന്ന് പറയുന്നതായിരിക്കും ഭംഗി. അപ്പോൾ അനിയൻ റോണി പാസ്റ്റർ അവിടെ വിശ്രമിക്കുക, അദ്ദേഹം മാത്രം. ഭാര്യ ഒന്നും വന്നിരുന്നില്ല പ്രാർത്ഥനയ്ക്ക്. പെട്ടെന്ന് ഞാനിങ്ങനെ റോണി ഇങ്ങനെ വിളിച്ചു, അത് തുറക്കുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെയാണോ ചെയ്യാൻ, ഇങ്ങനെയാണ് പ്രേരണ ഉണ്ടായത്. ഞാനിങ്ങനെ പുറകോട്ട് വന്നിട്ട് ഒന്ന് ചവിട്ടി ഈ കഥ ഇങ്ങനെ തുറന്നിട്ട് ഒന്നുകൂടെ അടച്ചു. അപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം തകർന്നു പോകുന്ന, അപ്പോൾ തന്നെ നമ്മൾ വീണു പോകുന്ന നിലയിലുള്ള ഒരു കാഴ്ചയാണ്. ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ ചിന്തിക്കുന്നതാണ്, കണ്ടില്ല. ഇത്രയുമാണ് കാണുന്നത്. കട്ടിലിനോട് ചേർന്ന്, അവിടുത്തെ തണുപ്പ് അറിയാമല്ലോ, കട്ടിലിനോട് ചേർന്ന് ഇതുപോലൊരു കസേര ഉണ്ട്. ഇത് കട്ടിലാണെങ്കിൽ ഇത്രയും അടുത്ത്. അതിന്റെ നമ്മൾ ഇരിക്കുന്ന ഭാഗം മുഴുവനും ഇങ്ങനെ കത്തി. എനിക്ക് മനസ്സിലാക്കുന്നത് കരണ്ട് പോയതുകൊണ്ട് മെഴുകുതിരി കത്തിച്ച് ഇവിടെ വെച്ചിട്ട് ഇദ്ദേഹം പുസ്തകം വായിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ വരാൻ സാധ്യത അത് തന്നെയാണ്. ഉറങ്ങിപ്പോയി. ഈ മെഴുകുതിരി കത്തി പ്ലാസ്റ്റിക് കസേരയാണല്ലോ. ഈ കസേര വെച്ചിട്ട് ഈ ഇത്രയും ഭാഗം, ഇരിക്കുന്ന ഭാഗം ഇത്രയും അടുത്താണ് കത്തി ഇങ്ങനെ ഉയരുന്നതാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ തറയിലേക്ക് നോക്കുമ്പോൾ ഒരു ഇത്രയും കുറേ നാളുകൾ അത് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ വിളിക്കാനൊന്നും പോയില്ല. ശക്തിയായി ഇങ്ങനെ ഇവിടെ ഓരോരുത്തരിങ്ങനെ അടിച്ചു. അനുജനും എഴുന്നേറ്റിട്ട് ഒരു കൂട്ടം നിലവിളി. സ്തോത്രം ഭവനത്തെ. അത് ദൈവാത്മാവ് കാട്ടിയില്ലായിരുന്നുവെങ്കിൽ പിറ്റേ ദിവസം പ്രഭാതത്തിൽ നാം കാണുന്നത് അനുജന്റെ അതിലുപരി ഒരു അഭിഷക്തന്റെ കത്തിക്കരിഞ്ഞ കുറുകിയ ജഡമായിരിക്കും കാണുന്നത്. തൊടാതെ, ശത്രു കാണാതെ സംഖ്യ കുറയ്ക്കുമെന്ന് വാദിച്ചപ്പോൾ മരണത്തിന്റെ നാദം നീയല്ല, Amen.
ദൈവത്തിന് ഹിതമുള്ള മോശയെ, ദൈവത്തിന് ആഗ്രഹമുള്ള മോശയെ ഭാവിയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലകളിൽ ദൈവത്തിന് പ്രയോജനപ്പെടുത്താനുള്ള മോശയുടെ പേര് പോലും വെളിപ്പെടുത്തി നിലവിലുള്ള അംഗസംഖ്യ കുറയ്ക്കുമെന്ന്, ഭവനത്തിലെ വ്യക്തിയുടെ പേര് പോലും വെളിപ്പെടുത്തി അംഗസംഖ്യ കുറയ്ക്കുമെന്ന് പിശാച് വാദിച്ചപ്പോൾ മരണത്തിന്റെ ജീവനെയും വെളിപ്പെടുത്തിയ നിസ്സാരമാകുന്ന വിഷയത്തിന്റെ നടുവിൽ ഭവനത്തിൽ നിലവിലുള്ള അംഗസംഖ്യ കുറയ്ക്കുവാൻ പിശാച് ശ്രമിച്ചപ്പോൾ ഇവിടെ വിശുദ്ധിയിലും വേർപാടിലും ആരാധിക്കുന്ന പലരുടെയും സ്തോത്രം ഹല്ലേലൂയ മൃദുശരീര പുഴുക്കൾക്ക് അടിമയായി തീരേണ്ട സമയം കഴിഞ്ഞു വന്നാൽ ഓർത്തുപോകുകയാ പൊളിക്കുവാൻ പല രാത്രികളിൽ, കഴിഞ്ഞ പല പകലുകളിൽ എന്തിനേറെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ജോലി സമയത്ത് ജോലി സ്ഥലത്ത് പോലും ഭവനത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന അനർത്ഥങ്ങളെ മുൻകൂട്ടി നമുക്ക് വെളിപ്പെടുത്തിയില്ലേ നമ്മുടെ പരിശുദ്ധനാകുന്ന സമയങ്ങളിലൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ, യാചരിക്കുവാൻ നമ്മുടെ മേൽ നൽകിയ ദൈവത്തിന് കൃപ കേൾക്കുമ്പോൾ ഹൃദയം നിറഞ്ഞ ദൈവത്തിന് സ്തോത്രം പറയുക. കമ്പിളി പുതച്ചാണ് വിശ്രമിച്ചത്. അധികം സമയമൊന്നും വേണ്ട ജീവൻ നഷ്ടപ്പെടുവാൻ. എന്നാൽ ഭവനത്തിൽ അംഗസംഖ്യ കുറയ്ക്കുമെന്ന് വാദിച്ച, ശുശ്രൂഷയിൽ പോരാട്ടം നടത്തുന്നതിനെ തോൽപ്പിക്കുമെന്ന് വാദിച്ച പിശാചിന്റെ സകല ആഗ്രഹങ്ങളെയും ആകമാനം മാറ്റിമറിച്ച ഇസ്രായേലിന്റെ പരിശുദ്ധൻ പറയുന്നു, നിന്റെ പേരുടെ വാഗ്ദത്തം അത്രത്തോളം നൈൽ നദിയുടെ മാറിൽ കൂടി യാത്ര ചെയ്യുന്ന പർവ്വതത്തെയും തോഴിമാരും ഒരു കാഴ്ച കണ്ടിട്ട് തോഴിയോട് രാജകുമാരി പറയുന്നു, ആ ഭാഗമാണ് നാം വായിച്ചത്, ഒരു മനോഹരമായ തൊട്ടിൽ ദൂരമേ കാണുന്നു ഫറവോന്റെ മകൾ രാജകുമാരി തോഴിമാരോട് അത് എടുത്തുകൊണ്ട് വരുവാൻ കൽപ്പിക്കുന്നു. അവർ ഓടിച്ചെന്ന് തുറന്നു നോക്കിയപ്പോൾ അവർക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം സ്തോത്രം, ഒരു ആൺ തലമുറ എന്നതിനേക്കാൾ ഉപരിയായി അസാമാന്യ സൗന്ദര്യമുള്ള ഒരു തലമുറ. ആരംഭത്തിൽ നമ്മൾ ഒതുക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ മേലുള്ള വാഗ്ദത്തം കേട്ടും കണ്ടും പഴകിയ ശുശ്രൂഷയുടെ അനുവർത്തനമല്ല, പ്രത്യേകതരം ശുശ്രൂഷ, കൃപകൾ, കൃപാവരങ്ങൾ, വ്യത്യസ്തമാകുന്ന ശുശ്രൂഷ മോശയുടെ മേലുള്ള തന്നെ അവരെ താഴ്ത്തിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ ബലിവൽക്കരം ഇറങ്ങി വരികയാണ്. ഈ നൈലിൽ നിന്നും ഒരു ശിശു ജീവനോടെ ശേഷിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ആശ്ചര്യകരമാണ്. കാരണം 68 സങ്കീർത്തനം 30 എന്താണ് ഇത്ര ആശ്ചര്യപ്പെടാൻ ഉള്ള കാരണം? ഞങ്ങളുടെ ഇടയിലെ ദുഷ്ടജന്തുവിനെയും ജാതികൾ വെള്ളിവാളങ്ങളോട് കൂടെ വന്ന് കീഴടങ്ങും വരെ അവരുടെ കാളക്കൂട്ടത്തെയും പശുക്കിടാക്കളെയും ശാസിക്കണമേ. മതി. ആഴമുള്ള നീളമുള്ള നൈൽ നദിയുടെ മാറിൽ നിന്നും ഒരു ശിശു ജീവനോടുകൂടെ ശേഷിക്കുക അഥവാ തിരിച്ചു വരിക എന്ന് പറയുന്നത് അപ്രാപ്യമാണ്. കാരണം തെറ്റുപറ്റാത്ത വചനം പറയുന്നു 68 സങ്കീർത്തനം 30 പദഭാഗം, സ്വന്തം ഞാങ്ങണയുടെ ഇടയിൽ ദുഷ്ടമൃഗമുണ്ട്.
ഞങ്ങളുടെ ഇടയിൽ കുടുംബത്തെ തകർക്കുന്ന, കുടുംബജീവിതത്തെ തകർക്കുന്ന വാഗ്ദത്തമുള്ളവന്റെ വാഗ്ദത്തത്തെ ഇല്ലാതാക്കുവാൻ ശക്തിയുള്ള, ബലമുള്ള, ക്രൂര സ്വഭാവത്തിൽ ഉടമസ്ഥരാകുന്ന മൃഗങ്ങൾ, ജലജന്തുക്കൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. വെളിപ്പെട്ടു വരാതെ, വെളിച്ചത്ത് വരാതെ മറിഞ്ഞു കിടക്കുന്ന, മറിഞ്ഞു നിൽക്കുന്ന ചില അന്ധകാര ശക്തിയുടെ ശിരസിന്മേൽ ദൈവാത്മാവിന്റെ ശക്തിയോട് വചനമെന്ന വാളുകൊണ്ട് പ്രകടമേൽപ്പിക്കുവാൻ എത്ര പേർക്ക് ധൈര്യമുണ്ടോ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയോ. വെളിപ്പെടുകയില്ല, വെളിപ്പെടുത്തി കിട്ടുകയില്ല. മറച്ചു വച്ചിരിക്കുന്ന, മറഞ്ഞു നിൽക്കുന്ന, മറഞ്ഞ് ഞങ്ങളുടെ ഇടയിൽ ആരുടെയും സ്തോത്രം കണ്ടിച്ചിൽ വരാതെ വണ്ണം മറച്ചു വെച്ച, മറഞ്ഞു കളിക്കുന്ന ചില ദുഷ്ട ജന്തുവിന്റെ ശിരസിൽ ദൈവത്തിന്റെ ശക്തിയോടെ പ്രകടമേൽപ്പിക്കുവാൻ സ്വർഗം നമ്മുടെ കരങ്ങൾക്ക് ബലം നൽകുകയാണ്. അഭിഷക്ത ശുശ്രൂഷിക്കുമ്പോൾ കൃപാവര പ്രാപ്തന്മാർ ദൈവാശ്രയബോധത്തോടെ വചനത്തിന്റെ ആളുകൾ വെളിപ്പെടുത്തുമ്പോൾ വെളിപ്പെടുകയില്ല, വെളിപ്പെടുത്തി കിട്ടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച മറഞ്ഞു നിൽക്കുന്ന, മറച്ചു വച്ചിരിക്കുന്ന ചില ദുഷ്ട ജന്തുവിന്റെ ശിരസിനെ ദൈവശക്തിയോടെ മറച്ചു വച്ചിരിക്കുന്ന, മറഞ്ഞു കിടക്കുന്ന, ഞങ്ങളുടെ ഇടയിൽ തെളിഞ്ഞും ഒളിഞ്ഞും കിടക്കുന്ന വാഗ്ദത്ത സന്തതിയുടെ ജീവന് വില പറഞ്ഞ ചില ദുഷ്ടജന്തുവിന്റെ ശിരസിൽ അടി കൊടുക്കുവാൻ വചനമാകുന്ന വാളുമായി ബലത്തോടെ ഇറങ്ങി സ്വർഗം ദൈവം, ശക്തിയുള്ള ദൈവം അത് നമ്മുടെ കാലങ്ങളെ ബലപ്പെടുത്തുകയാണ്. യുദ്ധത്തിന് വേണ്ടി വിരലുകളെയും പോരിന് വേണ്ടിയും മറ്റുമൊക്കെ ഹല്ലേലൂയ നമ്മുടെ കരങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. അല്പമേഗതിയിൽ ഫറവോന്റെ പുത്രി തോഴിമാരോട് പറഞ്ഞു, അത് എടുത്തുകൊണ്ട് വരിക. അവരെടുത്തുകൊണ്ട് വന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായി സ്തോത്രം ശമ്പളം കൈപ്പറ്റി ആ പ്രായത്തിൽ കുഞ്ഞിന് വേണ്ട നന്മ നൽകിയ മാതാവ് എന്ന് പറയുന്നത് ആരാണ്? പേരെന്താ? സ്തോത്രം, യോഖേബേദാണ്. പിതാവ് പറയുന്നു, ജനിക്കുന്ന തലമുറയെ നഷ്ടപ്പെടുത്തി കളയുക. ആ പിതാവിന്റെ മകൾ പറയുന്നു, എടുത്തുകൊണ്ടുവരിക. രക്ഷയും ശിക്ഷയും ഒരു ഭവനത്തിലും തന്നെ. നമ്മുടെ കുടുംബത്തെ തകർക്കുക, നമ്മുടെ ഭവനത്തെ തകർക്കുക, ശ്രമിക്കുന്ന വ്യക്തിയുടെ ഭവനത്തിൽ തന്നെ നമ്മളെ ഉദ്ധരിക്കേണ്ടതിന് വേണ്ടി ചിലരെ വിളിച്ചു വന്നിരിക്കുന്ന ശിഥിലമാക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തിയുടെ ഭവനത്തിൽ നിന്ന് തന്നെ നമ്മെ ഉദ്ധരിക്കേണ്ടതിന് വേണ്ടി മറ്റു ചിലരെ വേർതിരിക്കുന്ന ഒരു ദൈവിക ഇടപാട് വെളിപ്പെടുകയാണ്. വളരെ ശബ്ദകോലാഹലമാണല്ലോ എന്നും ഞങ്ങൾക്ക് അസ്വസ്ഥത ഉളവാകുന്നല്ലോ എന്നും നിങ്ങളുടെ ഈ ശുശ്രൂഷയും പാട്ടും പ്രാർത്ഥനകളൊന്നും ഞങ്ങൾക്ക് സുഗ്രാഹ്യമല്ല എന്ന് പറയുന്ന ഭവനത്തിൽ നിന്ന് തന്നെ നമുക്ക് അവരൊരു ദോഷവും വരുത്തുന്നില്ല. അതുകൊണ്ട് അവർ പാടിക്കൊള്ളട്ടെ, അവർ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്ന് ശുശ്രൂഷ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ വെളിപ്പെടുത്തുന്ന, സംസാരിപ്പിക്കുന്ന ഒരു ദൈവിക ഇടപാട് വെളിപ്പെടാൻ പോകുന്നതാണ്. പിതാവ് പറയുന്നു, ആൾത്തലമുറകൾ നശിപ്പിച്ചു കളയുക. ആ പിതാവിന് മകൾ പറയുന്നു, അവരെ എടുത്തുകൊണ്ടുവരിക. വലിച്ചെടുത്തവൻ എന്നർത്ഥമുള്ള മോശ സത്യത്തിൽ ഇന്ന് പകൽ സാക്ഷികൾക്ക് വേണ്ടി പ്രിയദാസന്മാർ, പിതാക്കന്മാർ, മാതാക്കൾ നമുക്കെല്ലാം ഇതുപോലെ സമയം നൽകുകയാണെങ്കിൽ
സ്തോത്രം. ഇതുപോലെ ദൈവം നമ്മെ വലിച്ചെടുത്ത എത്ര 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 സാക്ഷ്യം നമുക്ക് നല്ല മനസ്സോടെ ഓർത്തു പോകുകയാ, നാം പറഞ്ഞു പോകുകയാ. എല്ലാം കൃപയാൽ സംഭവിച്ചതാണ്, ഒന്നും പ്രവൃത്തികൾക്ക് കാരണമല്ല. വർഷങ്ങൾ വളരെ വേഗത്തിൽ മുൻപോട്ട് പോയി. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാമത് ഭാഗം. മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായിമായ യിത്രോവിന്റെ ആടുകളെ മേച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. മതി. സ്തോത്രം. ഹല്ലേലൂയ. ദിവസങ്ങൾ വളരെ വേഗത്തിൽ മുൻപോട്ട് പോയി. സ്തോത്രം. യൗവനയുക്തനാകുന്ന മോശ വിവാഹത്തിനായി സ്തോത്രം മിദ്യാനിലെ പുരോഹിതനാകുന്ന യിത്രോവിന്റെ മകളെയാണ് താൻ വിവാഹം ചെയ്തത്. നമുക്കൊരു കാര്യം അറിയാമല്ലോ, ഇന്ന് ധനം ഉള്ള ഒരു വ്യക്തിയെ നാം അറിയുന്നത് അവരുടെ ഭവനം എത്ര വലുതാണ്, എത്ര സ്ഥലമുണ്ട്. എന്നാൽ യഹൂദന്മാർ സാമ്പത്തിക ഭദ്രത ഉള്ളവരാണോ എന്ന് നിശ്ചയിക്കുന്നത് ആടുകളുടെയും മാടുകളുടെയും വിശാലതയെ അനുസരിച്ചാണ്. ആടുകൾ അബ്രഹാമിന് യോബൊക്കെ മൃഗസമ്പത്തിൽ ഏറ്റവും സമ്പന്നനായിരുന്നു. സമ്പത്ത് ഒരിക്കലും സ്വർഗത്തിൽ പോകുന്ന തടസ്സമല്ല, പക്ഷെ എങ്ങനെ ഉണ്ടാക്കുന്നു, എങ്ങനെ വിനിയോഗിക്കുന്നു, ഇത് രണ്ടും ശ്രദ്ധേയമാണ്. സത്യത്തിൽ തിരുവല്ലായിലും കുബിലടക്കം ഏറ്റവും വലിയ ധനികർ പെന്തക്കോസ്തുകാരാണ് പറയുന്നത്. പക്ഷെ പറയുന്നത് മറന്നുപോയി, നമുക്ക് മറക്കാതിരിക്കാം. ആടുകളെ പാലിച്ചുകൊണ്ട് മരുഭൂമിക്കപ്പുറം ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബോളം അവനെത്തി. മോശ നോക്കുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. തനിക്ക് മുൻപിൽ ഒരു മുൾപ്പടർപ്പ് കത്തുന്നു. പിന്നീട് ശ്രദ്ധിക്കുമ്പോൾ മുൾപ്പടർപ്പ് നന്നായി കത്തുന്നുണ്ടെങ്കിലും ഇത് ചാരമായി ബന്ധ താഴേക്ക് നിബന്ധിക്കുന്നില്ല. മരുഭൂമിയുടെ അപ്പുറമാണ് ഈ ഹോരേബ് എന്ന് പറയുന്ന സ്ഥലം. ദീർഘവർഷമായി ആടുകളെ പാലിച്ചുകൊണ്ടിരിക്കുന്ന മോശയ്ക്ക് എവിടെയാണ് ജലത്തിന് ലഭ്യത, എവിടെയാണ് ഇഷ്ടംപോലെ പുല്ലുകൾ മറ്റുമുള്ള സ്ഥലം, ഇതിനെക്കുറിച്ചെല്ലാം നന്നായി സുഗ്രാഹ്യമാണെങ്കിലും ഇതുവരെ കാണാത്ത ഒരു കാഴ്ച മോശ കാണുകയാണ്. മുൻപിൽ മുൾപ്പടർപ്പ് കത്തുന്നു. അത് സാധാരണ സംഭവമാണ്. പക്ഷേ സ്തോത്രം, ഈ മുൾപ്പടർപ്പ് കത്തി ചാരമായി താഴേക്ക് നിബന്ധിക്കുന്നില്ല. അത് അസാധാരണ സംഭവമാണ്. ഏത് കാര്യങ്ങൾ അറിയുവാൻ വളരെ വ്യഗ്രതയുള്ള മോശ മറ്റൊന്നും ഓർത്തില്ല. വളരെ വേഗത്തിൽ മുൻപോട്ട് പോകുമ്പോൾ അതിനു മുൻപ് നാം ഇങ്ങനെ വായിക്കുകയാണ്. കത്തുന്ന മുൾപ്പടർപ്പിന്റെ നടുവിൽ സ്തോത്രം ആദ്യം മോശ കാണുന്നത് ദൈവത്തിന്റെ ദൂതന്റെ സാന്നിധ്യമാണ്. ജലമില്ലാത്ത, ലവണമില്ലാത്ത, സഹായത്തിന് വേണ്ടി ഒരു ചെറിയ വൃക്ഷം പോലും ഇല്ലാത്ത മരുഭൂമിയുടെ അവസ്ഥകൾ ജീവിതത്തിൽ വരുമ്പോൾ പലപ്പോഴും തകർന്നു പോകുന്ന, തളർന്നു പോകുന്ന രീതി നമുക്കുണ്ട്. പക്ഷേ അവിടെ വിശ്വസ്തയോടെ നിന്നുകൊള്ളണം. അതിന് അപ്പുറമാണ് ദൈവിക സാന്നിധ്യമുള്ള ഇന്ന് മുതൽ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ആയിരിക്കുന്ന ദൈവങ്ങളുടെ വചനത്തിന്റെ വെളിപ്പാട് ഇങ്ങനെ കൈമാറുകയാ. ആരും സഹായമില്ലാത്ത, ആരും ആശ്രയമില്ലാത്ത, ഒരു വാക്കിൽ കൂടെ പോലും സ്വാതന്ത്ര്യം നൽകുവാൻ ആരുമില്ലാത്ത മരുഭൂമിയുടെ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകും. അവിടെ സ്വർഗ്ഗം താങ്കളെ മറന്നു പോവില്ല. സ്വർഗ്ഗം നമ്മെ തകർക്കുകയില്ല, ശിഥിലമാക്കുകയില്ല. ശ്രദ്ധയോടെ ശ്രദ്ധയോടെ നിന്നുകൊള്ളുക. അതിനപ്പുറമാ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള, ദൈവ ശബ്ദം കേൾക്കുന്ന സ്ഥലം. മുൻപ് ഒരു മരുഭൂമിയുണ്ട്. മരുഭൂമി ഉണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊള്ളണം, അതിനപ്പുറമായി ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കാൻ പോകുകയാണ്. ജലമോ ലവണമോ സ്തോത്രം ശാന്തതയോ അതുപോലെ തണലോ ലഭ്യമല്ലാത്ത മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടെ ചൂടുവയ്ക്കുന്ന ഏതെങ്കിലും അഭിഷക്തമാർ ദൈവദാസന്മാർ ഇതുപോലെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ സന്തോഷിച്ചു കൊള്ളുക. അതിനപ്പുറം ദൈവത്തിന്റെ ശബ്ദം ആദ്യം കണ്ടത് ദൂതനെയാണ് ഉൾപ്പെടപ്പെടുന്ന നടുവിൽ. അതിനുശേഷം ഇതെന്താണെന്ന് അറിയാൻ ദ്രുതഗതിയുള്ള മോശ വളരെ വേഗതയിൽ മുൻപോട്ട് പോകുമ്പോൾ മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്നുകൊണ്ട് വിളിക്കുന്നു. എങ്ങനെ വിളിക്കുന്നത്? മോശേ മോശേ, ശീമോനെ ശീമോനെ, മറിയേ മറിയ, അബ്രഹാമേ അബ്രഹാമേ. കാരണം എന്താ പറയാ, ഒന്നാമത് മോശയ്ക്ക് ദ്രുതഗതിയുള്ള ആളാണ്. പത്രോസിനെ പോലെ മോശ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ, പതുക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ മുൾപ്പടർപ്പിന്റെ അകത്ത് കയറും മോശ.
സ്തോത്രം. അബ്രഹാമിനുള്ള ബന്ധം നമുക്കറിയാം. അടുത്തുണ്ടായിരുന്ന തന്റെ പക്കലുണ്ടായിരുന്ന കത്തിയെടുത്ത് മകന്റെ ഗളം ഛേദിക്കുവാനായി ഉയർന്ന് താഴ്മുമ്പ് തന്നെ അബ്രഹാമേ അബ്രഹാമേ അങ്ങനെ വിളിക്കുന്നത്. പല പകലുകൾ, പല രാത്രികളിൽ, നന്നായി ഉറങ്ങിയ പല രാത്രികളിൽ ഹല്ലേലൂയ, ദൈവം ഉദരത്തിൽ തന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ, ദൈവം ഉദരത്തിൽ തന്റെ തലമുറയ്ക്ക് വേണ്ടി കണ്ണുകളോടെ പ്രാർത്ഥിക്കുവാൻ, ശുശ്രൂഷയിൽ മുമ്പുണ്ടാകുന്ന തടസ്സങ്ങളെ വ്യക്തമായി വെളിപ്പെടുത്തി അതിന് പരിഹാരം നിർദ്ദേശിക്കുവാൻ എത്ര എത്ര പ്രാവശ്യം സ്വർഗം നമ്മെ വിളിച്ചിരുന്നു. എഴുന്നേൽക്ക്, അല്പ നിമിഷം പ്രാർത്ഥിക്കുക. എഴുന്നേൽക്ക്, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എഴുന്നേൽക്ക്, അല്പസമയം സഭാ ശുശ്രൂഷയിൽ നന്നായി ശോഭിക്കേണ്ടതിന് വേണ്ടി തടസ്സങ്ങൾ അനവധി മുൻപിൽ നിൽക്കുന്നു. അതിന്റെ മേൽ ജയം നേടുവാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്വർഗം നമ്മളെ ഉദ്ബോധിപ്പിച്ചിരുന്നു. പല സന്ദർഭങ്ങളിൽ നാം ആ ശബ്ദം കേട്ടു. എന്നാൽ പലപ്പോഴും ദൈവശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് ഇന്ന് പകൽ നമുക്ക് സ്തോത്രം വിനയത്തോട് ദൈവത്തിന്റെ സന്നിധി നമുക്ക് ഹല്ലേലൂയ സമ്മതിക്കാം. എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്നറിയേണ്ടതിന് വേണ്ടി ദ്രുതഗതിയിൽ മോശ കത്തുന്ന മുൾപ്പടപ്പിന്റെ അടുക്കിലേക്ക് നടന്നെടുക്കുമ്പോൾ മുൾപ്പടപ്പിന്റെ നടുവിൽ മുറിപ്പെടുത്തുന്ന, വേദന സമ്മാനിക്കുന്ന, വേദനകൾ മാത്രം നൽകുന്ന, ശരീരത്തിന് മുറിവുകൾ സമ്മാനിക്കുന്ന മുൾപ്പഴപ്പിന്റെ നടുവിൽ നീ എങ്ങനല്ല, അവിടെ സ്വർഗമുണ്ട്. മുൾപ്പഴപ്പിന്റെ നടുവിൽ നാം ഏകനല്ല, നമ്മളിപ്പോ ദൈവത്തിന് സാന്നിധ്യമുണ്ട്. ആ വേദനയുടെ നടുവിൽ അതല്ലേ നമ്മൾ ഇത്രത്തോളം ഈ കർത്താവിനെ സ്നേഹിപ്പാൻ കാരണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മലപ്പുറത്ത് വെച്ച് ശുശ്രൂഷയ്ക്ക് ശ്രമം നൽകിയപ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞെങ്കിലും അത് ലഘുവായ ചില കാര്യങ്ങൾ ഇപ്പോൾ പ്രേരിപ്പിക്കുന്നുണ്ട്. ഞാൻ അവിടെ പറയില്ല. ഞങ്ങൾ വാഹനത്തിൽ നിന്നിറങ്ങി ഏകദേശം 9 കിലോമീറ്ററോളം വനത്തിൽ കൂടെ യാത്ര ചെയ്ത് ശുശ്രൂഷിക്കുന്ന, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംസാര ഭാഷ ശുശ്രൂഷിക്കുന്ന ആ ചർച്ചിൽ മുൻപ് ഞങ്ങൾ 4 വർഷം ആദ്യമായി ശുശ്രൂഷിച്ചു. 1, 2, 3, 4 ഈ ക്ലാസ്സുകളിൽ ഇപ്പോൾ ബികോമിന് ശേഷം എറണാകുളത്ത് ജോലിയുള്ള എൻ്റെ ഇളയ മകൻ പഠിച്ചിട്ടില്ല. അതേ പ്രായമുള്ള കുട്ടികൾ മനോഹരമേറിയ ബാഗും തോളിലേന്തി സ്കൂളിൽ പോകുമ്പോൾ കർത്താവിന്റെ നാമനിമിത്തം ഞങ്ങൾ വനാന്തരത്തിൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കുക. 1, 2, 3, 4 മോൻ പഠിച്ചിട്ടില്ലെന്ന് ഇത് ഉയർത്തി പറയുന്നതല്ലേ. സ്തോത്രം. പ്രായത്തിൽ കവിഞ്ഞ അനുഭവ സമ്പത്തുകൾ കൃപയാൽ നമുക്കെല്ലാവർക്കുമുണ്ട്. എളിയവനാകുന്ന എനിക്കുമുണ്ട്. ഒരു പ്രത്യേകതരം ഭാഷ അവരോട് സംസാരിച്ചത് കൂടുതലായും മോൻ അങ്ങനെ സംസാരിക്കുമായിരുന്നു. പതുക്കെ പതുക്കെ മാറ്റിയെടുത്ത കൊച്ചുകുട്ടിയല്ലേ. വാഹനത്തിൽ നിന്നിറങ്ങി കിഴികാനം എന്ന സ്ഥലമാണ്. അവിടെ വരെയാണ് അന്ന് വാഹനമുള്ളത്, കിഴികാനം. അവിടെ നിന്ന് 9 കിലോമീറ്റർ മിച്ചമുണ്ട് വനാന്തരത്തിൽ ചർച്ചിന്റെ അടുക്കൽ വരെയും. ദേവദാസി ഞാനും മൂത്ത 2 പെൺകുട്ടികളെയും റോഡ് പാസ്റ്റർ നേരെ അനുജനുണ്ട്. അദ്ദേഹത്തിന്റെ സംരക്ഷണയിൽ കമ്മട്ടിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവിടേക്ക് പോകുകയാണ്. വാഹനത്തിൽ നിന്നിറങ്ങി ഒരു 3 കിലോമീറ്റർ കുറഞ്ഞു കഴിയുമ്പോൾ ഈ മോൻ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തുടർമാനം അങ്ങനെ ചോദിക്കുന്നുണ്ട്. അതെനിക്കറിയാം. എനിക്ക് ഹൃദയത്തിന് വേദന ഉണ്ടാവും. കാരണം എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ലാത്തതല്ല, ഞാൻ അവൻ്റെ അപ്പനായതുകൊണ്ടാണ്. എൻ്റെ ഹൃദയം തകർന്നു പോകും. മോൻ ചോദിക്കും, പപ്പാ ഇന്നും നമ്മൾ മേമാരിക്ക് നടന്നാണോ പോകുന്നത്? ഇനി സാക്ഷ്യം കൊണ്ട് പറഞ്ഞാൽ ചങ്ക് കുട്ടിയുടെ വീട് ഇവിടെ. സ്തോത്രം. ഇന്നും നമ്മൾ മേമാരിയിലേക്ക് നടന്നാണ് പോകുന്നത് എന്ന് മോൻ എന്നോട് ചോദിക്കും. പെട്ടെന്ന് മോൻ്റെ ഇവിടെ മുഖമല്ലെങ്കിൽ ചുമന്നിരിക്കും. 9 കിലോമീറ്ററിൽ കുറേ സമയം ഞാൻ എടുക്കും. പിന്നെ നടന്നു പോകും. കൊച്ചുകുട്ടിയല്ലേ, ഇത്രയും നേഴ്സിൽ പിടിക്കാൻ പ്രായമുള്ള കൊച്ചുകുട്ടി. മോനറിയാതെ കൈലാസത്തിന്റെ കണ്ണുകൾ തുടച്ച് ഞാൻ പറയും, പപ്പാ മോനെ എടുത്തോളാം. കൈലാസ് ഇപ്പോൾ അവിടെ ശുശ്രൂഷിക്കുന്ന സംസദ് പാർഷന് വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം. 9 കിലോമീറ്ററിൽ ഒരൊറ്റ ഷോർട്ട് കട്ട് മാത്രമേ ഉള്ളൂ. അത് ഭിത്തിയിൽ കയറുന്നത് പോലെയാണ്. ഇറങ്ങുന്നത് കാലിങ്ങനെ ചരിച്ചു വെച്ചാലേ നമ്മൾ വീഴും. താഴോട്ട് പാറ അങ്ങോട്ട് വീഴും. ഇതിന്റെ അടിവാരത്ത് വരുമ്പോൾ മോൻ ക്ഷണിക്കും, ഞാൻ ക്ഷണിക്കും, ദേവദാസ്യം ക്ഷണിക്കും. ദേവദാസ് സാരി എടുത്ത് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെയാണ് കയറ്റം. ഒരിക്കൽ കർത്താവരെ വേഗം നമുക്ക് നമ്മൾ ഒരിക്കലും അവിടെ പോയല്ലോ അല്ലേ? പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ യാത്രയുടെ ദുസ്ഥിതി നിങ്ങൾക്ക് പോയിട്ടുണ്ട്. ഇതൊന്നും കഷ്ടതയല്ല കേട്ടോ, ഇതൊന്നും കഷ്ടതയല്ല. ഇതൊക്കെ അനുഭവങ്ങൾ.
ഹൃദയം തകരുന്ന, കണ്ണുകൾ ഈർന്നണിയുന്ന നല്ല അനുഭവങ്ങൾ. ഇപ്പോൾ 53 വയസ്സുണ്ട്. അവിടേക്ക് ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ നല്ല പ്രായമായിരുന്നു. സ്തോത്രം. ഇപ്പോൾ നല്ല പ്രായമല്ല എന്നർത്ഥമല്ല. ഈ മലയുടെ താഴ്വാരത്ത് വരുമ്പോൾ ദേവദാസിയും ഞാനും മോനും നന്നായി മടുത്തിരിക്കും. ഞാനൊരു നിമിഷം ഇങ്ങനെ എന്നിട്ട് കർത്താവ് എന്നെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ മുട്ടിൻ്റെ അവിടെ പാൻറ് ഇങ്ങനെ തെറുത്ത് വെച്ചിട്ട് മോനെ ഞാൻ എളിയിലടിക്കില്ല, ഇങ്ങനെ ചുമലക്കെട്ടിട്ട് ഇങ്ങനെയാണ് മാറാം, ഇങ്ങനെ ശ്രദ്ധിച്ചു കിടക്കും, ഇങ്ങനെ കയറി പോകും. അത് പതുക്കെ പതുക്കെയാണ് പോകുന്നത്. കാരണം അത്ര ഉയർന്ന പാറയാണ്. മോൻ ചുമലിരിക്കുകയാണ്. അതിന് മുകളിൽ ചെല്ലുമ്പോൾ പതുക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൊണ്ട് ഇറക്കിയിട്ട് ഞങ്ങൾ പാറയിൽ ഇങ്ങനെ കിടന്നു തുടങ്ങും. എന്നിട്ട് അല്പം മുൻപോട്ട് പോകുമ്പോൾ ഏതോ സ്ഥലത്തു നിന്നും ഏതോ ഭവനത്തിലേക്ക് പോകുന്ന കുടിവെള്ളത്തിന്റെ ഓസ് ഇങ്ങനെ രണ്ടായി മാറ്റിയിട്ട് മേട്ടുകാപ്പി ഉയരമുള്ള, അങ്ങനെ പറഞ്ഞാൽ അറിയാം അല്ലെ, ഉയരമുള്ള അതിന് മേട്ടുകാപ്പി എന്ന് പറയും. ആ കാപ്പിയുടെ ഇല എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് അതിലേക്ക് വെള്ളം കുടിച്ചിട്ട് ഞാൻ മോഹന് നൽകി, ഞാൻ ദേവദാസിയും കുടിച്ച് ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പോയ ദിവസങ്ങൾ എനിക്കൊന്നും മറക്കാൻ സമയമായിട്ടില്ല. ആ മേമാരി എന്ന സ്ഥലത്തേക്ക് ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ 2 വർഷത്തിന് മുമ്പ് ഞാൻ സ്വയം മനസ്സാലെ അവിടേക്ക് പോകാമെന്ന് ഞാൻ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്ററോട് പറഞ്ഞു. ഉപ്പതറ വെച്ച് പറയുമ്പോൾ അദ്ദേഹം കുറെ സമയം ഇങ്ങനെ നോക്കിയിട്ട് ഹല്ലേലൂയ സ്തോത്രം, അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. കൃപയാൽ ഞാൻ ചിന്തിച്ചതാണ്, നമ്മൾ യൗവനക്കാരാണല്ലോ, ഒരിക്കൽ കൂടെ കർത്താവിന് വേണ്ടി അവിടേക്ക് അധ്വാനിക്കാം. അവിടെ പോയി 4ാമത്തെ മാസമാണ് ഞാൻ നമ്മുടെ ഭവനത്തിന്റെ മുകളിൽ നിന്ന് ഞാൻ താഴേക്ക് ഞാൻ വീഴുന്നത്. ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമാകുന്ന അനുഭവങ്ങൾ സ്തോത്രം ഹല്ലേലൂയ എല്ലാം കണ്ടിട്ട് സ്വർഗത്തിൽ വെച്ച് മാത്രമല്ല കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഇവിടെ കൊടുത്ത് ഓരോ വിളിക്കും ഹല്ലേലൂയ 1, 2, 3, 4 എന്ന നിലയിൽ പ്രതിഫലം നൽകുന്ന ഒരു ദിവസമുണ്ട്. അതിനു വേണ്ടി കാത്തിരുന്നു കൊള്ളണം. ആരോടും പരാതിയില്ലാതെ, ആരോടും അനുഭവമില്ലാതെ, എല്ലാം അറിയുന്ന ദൈവമുണ്ട് എന്നുള്ള ചിന്തയിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുത്ത ഒരു വില പോലും നഷ്ടമാകുകയില്ല, അത് വൃഥാവാകുകയില്ല. ഹല്ലേലൂയ. എന്നെ സ്വന്തം സഹായിക്കും, പക്ഷേ ഇത്രത്തോളം മാനിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമാണ്. ഭൗതികമായും ആത്മികമായും മാനിക്കുന്ന ഒരു സമയമുണ്ട്, ഒരു ദൈവമുണ്ട്. അതിനു വേണ്ടി കാത്തിരുന്നു കൊള്ളുക. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിജസ്ഥിതി അറിയേണ്ടതിന് വേണ്ടി അടുത്തു വരുന്ന മോശയോട് അഗ്നിയുടെ നടുവിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെയാ, മോശേ മോശേ ഇവിടേക്ക് നീ അടുക്കരുത്, നിന്റെ കാലിൽ നിന്നും ചെരുപ്പഴിച്ച് കളയുക, കാരണം ഇത് വിശുദ്ധ സ്ഥലമാണ്. ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. അബ്രഹാമിനോട് കൂടിയിരുന്ന ഞാൻ, ഇസ്ഹാക്കിനോട് കൂടിയിരുന്ന ഞാൻ, യാക്കോബിനോട് കൂടിയിരുന്ന ഞാൻ നിന്നോട് കൂടിയുണ്ട്. നിന്റെ ജീവിതത്തിൽ അവസാനം വരെയും എന്റെ സാന്നിധ്യം നിന്നോടൊപ്പമുണ്ട്. ജീവിതത്തിന്റെ യാത്രകളിൽ മോശയെ പോലെ മരുഭൂമിക്ക് സമാനമായ അനുഭവത്തിൽ കൂടി ചുവടുകൾ വയ്ക്കുമ്പോൾ പലപ്പോഴും നാം ചിന്തിച്ചിട്ടുണ്ട്. സ്തോത്രം, നമ്മുടെ സംസാര ഭാഷ നാം ഇങ്ങനെ പറയും, എനിക്ക് സഹിപ്പാൻ കഴിയാത്ത, എനിക്ക് വഹിപ്പാൻ കഴിയാത്ത അനവധി പ്രതിസന്ധിയിൽ കൂടെ ഞാൻ മുൻപോട്ട് പോയി. എന്നാൽ അവിടെ ഒരു സത്യമുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ അനുഭവങ്ങൾ അനുഭവിക്കുവാനുള്ള നമ്മുടെ കപ്പാസിറ്റി, ആ വാക്ക് തന്നെ പറയണം, നമ്മുടെ കപ്പാസിറ്റി നമ്മുടെ ദൈവത്തിന് അറിയാം. ഒരാൾക്ക് വഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായി ഒന്നും നമുക്ക് ദൈവം നൽകുകയില്ല. എന്നാൽ ഇന്ന് പകൽ പ്രതികൂലം മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അഭികാമ്യം പ്രതിസന്ധിയിൽ ജയത്തോടെ നിൽക്കുവാൻ ആവശ്യമാകുന്ന മറ്റൊരു നിലകളിൽ സാമ്പത്തികമായി, ശാരീരികമായും മാനസികമായും നമ്മളെ തകർക്കുമ്പോൾ സ്വർഗം പറയുക, എന്റെ കരം നിന്നോടൊപ്പമുണ്ട്. നീ തകർന്നു പോകുകയില്ല, പോകുകയില്ല, നീ നഷ്ടപ്പെട്ടു പോകുകയില്ല. നിന്റെ ശിരസ് കൊനിയുവാൻ ആഗ്രഹിച്ചുള്ള നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്, സമയമുണ്ട്, മാറിക്കുന്ന ദൈവമാ. അതിനുവേണ്ടി ഹല്ലേലൂയ അവലോടം കാത്തിരുന്നുള്ളൂ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഈ നിമിഷം കേട്ട വചനത്തിന് മുമ്പ് നമുക്ക് ആത്മപരിശോധന ചെയ്യാം. ഹല്ലേലൂയ. മോശ ജന്മന അതിസുന്ദരനെന്ന് കണ്ടപ്പോൾ അവനെ നഷ്ടപ്പെടുത്തേണ്ടതിനു വേണ്ടി ശത്രു ശ്രമിച്ച അനവധി സ്തോത്രം ശ്രമങ്ങൾ, അതിന്റെ എല്ലാം നടുവിൽ ദൈവത്തിന്റെ ബലമേറിയ കൃപ അവിടെ ഇറങ്ങി വരികയാണ്. പരാജയപ്പെടുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നുവോ,
ആഗ്രഹിക്കുന്നുവോ ഹല്ലേലൂയ. അവരുടെ നടുവിൽ അത്ഭുത വിഷയമായി എന്നെ കർത്താവേ, ഉയർത്തുന്ന നമ്മുടെ തലമുറ ഉയർത്തുന്ന ശുശ്രൂഷയിൽ ശോഭിക്കുകയില്ലെന്ന് വാദിച്ചു പോരാടുന്ന അന്ധകാര ശക്തികൾ എവിടെയുണ്ടോ അവിടെ നമ്മുടെ കൂടെ ദൈവത്തിന്റെ മഹത്വം ഇതാ സ്വർഗ്ഗം വെളിപ്പെടുത്തുകയാ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ ജീസസ്. വേദനയുടെ മുള്ളുകൾ നൽകുന്ന മുറിപ്പാടുകൾ നൽകുന്ന വേദന സമ്മാനിക്കുന്ന തീയിൽ മുൾപ്പടർപ്പിന്റെ നടുവിൽ പലപ്പോഴും നാം ചിന്തിക്കും ഏകനാണ്. അല്ല, താങ്കൾ ഏകനല്ല, നാം ഏകനല്ല. നമ്മെ ബലപ്പെടുത്തുന്ന ഒരു നാമമുണ്ട്, ഉയരത്തിലെ നാമം. ഹല്ലേലൂയ. എത്ര പകലുകൾ കഴിഞ്ഞ എത്ര രാത്രികൾ അതനുഭവിക്കുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കി. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകൾക്കും സ്വർഗം മറുപടി നൽകി. ഇനിയും ചില മറുപടികൾ കൂടെ കാണുവാനും കേൾക്കുവാനുമുണ്ട്. സ്വർഗം ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് ചിന്തിച്ച് മാറ്റിവെച്ച ചില വിഷയങ്ങൾക്ക് പോലും ഈ ദിവസങ്ങളിൽ സ്വർഗം മറുപടി നൽകുവാൻ പോകുകയാണ്. എവിടെ പരാജയപ്പെടുത്തുമെന്ന്, എവിടെ ശിഥിലമാക്കുമെന്ന് ശക്തികൾ ഹല്ലേലൂയ ശക്തിയോട് ഉദ്ഘോഷിച്ചു. രക്തബന്ധത്തിന്റെ നടുവിൽ നിന്നെ അത്ഭുത വിഷയമാക്കി തീർക്കുന്ന വെളിപ്പാടുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം. ദൈവം നമ്മളെ അതിനുവേണ്ടി സഹായിക്കും. ഇത്രയും വിശാലമേറിയ നിമിഷം വചനം ശുശ്രൂഷിക്കാൻ എനിക്ക് അവസരമൊരുക്കിയ വിശ്വാസയാത്ര മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ അതിന് നേതൃത്വത്തിലേക്ക് പ്രിയ ബീച്ച് പാസ്റ്റർ, ഇന്ന് പകൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം പ്രിയ ശിവദാസ് പാസ്റ്റർ, മറ്റുള്ള എല്ലാ ഗുരുതുല്യന്മാരായ ബിഷപ്പുമാർക്കും എല്ലാവർക്കും പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ വചനം ശ്രദ്ധിച്ച എന്നിലും ബഹുമാനികൾ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷ നന്ദിയും വന്ദനം അറിയിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ എന്നും എന്നൊക്കെയും അനുഗ്രഹിക്കുമാണ്.